ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ചേതോവർദ്ധന ഗോവിന്ദ ചേതപുരേശ്വര ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ. കഴിഞ്ഞ കഥയിൽ നമ്മൾ പറഞ്ഞതുപോലെ നാരദൻ കഥ പകുതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ബാക്കിയും കൂടിയും കേൾക്കണം ആ കഥയുടെ എന്ന് പറയുണ്ടായില്ലോ. ഗാലവനോട് ഗുരു ആവശ്യപ്പെട്ടത് 600 വെള്ളക്കുതിരകൾ, ചെവി കറുപ്പായിട്ടുള്ള വെള്ളക്കുതിരകളെ വേണമെന്നാണല്ലോ. അതിനെ അന്വേഷിച്ചിട്ട് ഗാലവൻ പുറപ്പെട്ടു. എവിടെ കിട്ടുകയെന്നറിയില്ല. ഗുരു ദക്ഷിണയായിട്ട് കൊടുത്തേ പറ്റുമോ, അതൊരു തീരുമാനം. അങ്ങനെ പോയി കുറച്ച് ദൂരം പോയപ്പോണ്ട് തൻ്റെ പഴയ സുഹൃത്തായ ഗരുഡനെ കണ്ടു. അപ്പോൾ ഗരുഡൻ ചോദിച്ചു, ഗാലവൻ എന്താ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിരാശനായിട്ടിരിക്കണേ? ഞാനൊരു അബദ്ധത്തിൽ പെട്ടു. എനിക്ക് ഗുരുദക്ഷിണയായിട്ട് ഒരു 600 വെള്ളക്കുതിരകളെ, അതിൻ്റെ ചെവി കറുപ്പായിരിക്കും വേണം, കൊടുക്കണം. അതിപ്പോൾ എവിടെയാണ് കിട്ടുക എന്നറിയില്ല. അതന്വേഷിച്ച് പുറപ്പെട്ടതാ. വരൂ, ഇങ്ങനെ നടക്കണ്ട, ഞാൻ പെട്ടെന്ന് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഗരുഡൻ തൻ്റെ പുറത്ത് കയറ്റി അങ്ങോട്ട് പറഞ്ഞു. ഗരുഡൻ സമുദ്രത്തിൻ്റെ മുകളിൽ കൂടി അതിവേഗത്തിൽ പറക്കുന്നപ്പോൾ ഗാവലനാകെ പേടി. ഗരുഡാ, എനിക്കിതൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, എന്നെ ഇറക്കി തരുമോ? തനിക്ക് ഇത്ര വലിയ പേടിയാ, ശരി എന്ന് പറഞ്ഞ് അടുത്തുണ്ടായിരുന്നൊരു പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇറക്കി. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? രണ്ടുപേരും കൂടി ആലോചിച്ചു. അപ്പോൾ പേര് കേട്ടൊരു ചക്രവർത്തിയുണ്ട്, ജയാതി. അദ്ദേഹത്തിനെ പോയി കണ്ട കുതിരെ കിട്ടാണ്ടിരിക്കില്ല എന്ന് ഗരുഡൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ ശരി, അങ്ങോട്ട് പോകാറ്. രണ്ടുപേരും കൂടി യയാതിയുടെ അടുത്തെത്തി. യയാതിയോട് വിവരം പറഞ്ഞു. അപ്പോൾ യയാതി പറഞ്ഞു, എൻ്റെ കയ്യിലിപ്പം നിങ്ങളീ പറയുന്ന തരത്തിലുള്ള കുതിര ഇല്ലല്ലോ, ഇപ്പം എന്താ ചെയ്യുക? ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം. എൻ്റെ മകളെ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഇവളെ ഏതെങ്കിലും രാജാവിന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുതിരകളെ മേടിക്കൂ. ഇവൾക്കൊരു വിശേഷതയുണ്ട് കേട്ടോ. ഇവള് നിത്യകന്യക, എത്ര പ്രസവിച്ചാലും കന്യകത്വം നശിക്കില്ല. ഗാവല കൊണ്ടക്കോളം. ഒന്നുമില്ലാതെ തൻ്റെ അടുത്ത് വന്ന് സഹായം അഭ്യർത്ഥിച്ച ഒരാളെ എങ്ങനെങ്കിലും സഹായിക്കണം എന്നുള്ള ആ സന്മനസ്സുണ്ടല്ലോ യയാതിയുടെ, അതിന് നമുക്ക് പ്രകീർത്തിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് തൻ്റെ മകളെ വരെ കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഗരുഡൻ പറഞ്ഞു, ഇപ്പോൾ തനിക്ക് കിട്ടിയല്ലോ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു രാജാവിൻ്റെ അടുത്ത് ഈ കന്യകയെ കൊടുത്ത് കാര്യം നടത്തും. ഈ കന്യകയുടെ പേര് മാധവി എന്നാണ് കേട്ടോ. അപ്പം ഈ മാധവിയും കൊണ്ട് വലം നടന്നു. അങ്ങനെ പോയി ഹരിയാശ്വരാജാവിൻ്റെ അടുത്തെത്തി. അദ്ദേഹത്തിൻ്റെ അടുത്ത് വിവരം പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, അയ്യോ, 600 എണ്ണമൊന്നും എൻ്റെ കയ്യിലില്ല, ഒരു 200 എണ്ണം ഉണ്ട്. ഇപ്പം അതെങ്ങനെയാണ് സംഘടിക്കുക? ഈ 200 എണ്ണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കന്യക കൊടുത്ത ബാക്കി 400 എണ്ണത്തിന് ഞാൻ എവിടേക്കാണ് പോവുക? ഗാലവൻ ഇവളുടെ നിത്യകന്യകാത്വം മുതലെടുക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഒരു വ്യവസ്ഥയുണ്ടാക്കി. ഇവളെ അങ്ങ് എടുക്കുക, എന്നിട്ട് ആ 200 കുതിര എനിക്ക് തരിക. ഇവളിൽ എന്ന് അങ്ങക്ക് ഒരു ആൺകുട്ടി ജനിക്കണോ അന്ന് ഞാൻ ഇവളെ കൊണ്ടുപോരും. അപ്പം ശരിയെന്നും പറഞ്ഞ് ആ വ്യവസ്ഥയിൽ 200 കുതിരകളെയും കൈപ്പറ്റി മാധവിയെ അവിടെ വിട്ടു. കുറച്ചു കാലത്തിനുള്ളിൽ മാധവി പ്രസവിച്ചു. ആൺകുഞ്ഞിനെ തന്നെയാണ്. ആ കുഞ്ഞിന് വസുപ്രഖ്യൻ എന്ന് പേരും ഇട്ടു. ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഗാലവൻ തിരിച്ചെത്തി. രാജാവിനോട് കന്യകയെ ആവശ്യപ്പെട്ടു. രാജാവ് ഒരു മടിയും കൂടാണ്ട് കന്യകയെ കൊടുക്കുകയും ചെയ്തു. മാധവിയായിട്ട് ഗാലവൻ പിന്നെയും പോയി. അങ്ങനെ നേരെ ചെന്നെത്തിയത് ബിഭാസൻ എന്ന് പറഞ്ഞിട്ട് കാശി രാജാവിൻ്റെ അടുത്താണ്. രാജാവിനോട് വിവരം പറഞ്ഞു. അപ്പം രാജാവ് പറഞ്ഞു, എൻ്റെ കയ്യിൽ 200 കുതിരയുണ്ട്, അത്രയേ ഉള്ളൂ. മാധവിയെ രാജാവിന് കാഴ്ചവെച്ചിട്ട് 200 കുതിരകളെ വാങ്ങിച്ചു. പഴയ വ്യവസ്ഥ തന്നെ. എപ്പോൾ അങ്ങക്ക് ആൺകുട്ടി പിറക്കണോ അപ്പോൾ ഞാൻ ഇവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. വ്യവസ്ഥ സമ്മതിച്ചു. അങ്ങനെ 200 കുതിരയും കൂടിയും കിട്ടി. അപ്പം 400, ഇനി ഒരു 200 കൂടിയും വേണം. ഏതായാലും ഇവള് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പ്രസവിച്ചു. ഒരു ആൺകുട്ടി തന്നെയാണ്. അറിഞ്ഞു. ഉടനെ വന്നു രാജാവിൻ്റെ അടുത്ത് കന്യകയെ ആവശ്യപ്പെട്ടു. രാജാവ് മടി കൂടാണ്ട് കന്യകയെ കൊടുത്തു. ആ കന്യകയും കൊണ്ട് ഗാലവൻ നേരെ പോയത്
ഭോജനഗരം ഭരിച്ചിരുന്ന ഉഷീനര രാജാവിൻ്റെ അടുത്തേക്കാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തും ഇതേമാതിരി 200 കുതിരയുള്ളൂ. ആ കുതിരയെ കിട്ടിയാൽ മതി. പഴയ വ്യവസ്ഥയിൽ മാധവിയെ അവിടെ വിട്ടു. അദ്ദേഹത്തിനും ഒരു ആൺകുട്ടി ഉണ്ടായി. വിവരം അറിഞ്ഞ് ഉടനെ കാലവൻ വന്ന് കന്യകയെ ആവശ്യപ്പെട്ടു. കുതിരകളെയും സമ്പാദിച്ചു. അങ്ങനെ 600 കുതിരയായി. ഗുരുദക്ഷിണയ്ക്കുള്ളതായി. നേരെ ഗുരുവിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് ഈ 600 കുതിരകളെയും തനിക്ക് കിട്ടിയ കന്യകയും ഗുരുദക്ഷിണയായിട്ട് വിശ്വാമിത്രന് കൊടുത്തു. വിശ്വാമിത്രന് സന്തോഷമായി. വിശ്വാമിത്രനും മാധവിയിലൊരു പുത്രൻ ജനിച്ചു. അത് കഴിഞ്ഞപ്പോൾ മാധവി വിശ്വാമിത്രനെ വിട്ട് കാട്ടിലേക്ക് തപസ്സിനായിട്ട് പോവുകയും ചെയ്തു. ഈ യയാതി രാജാവ് ഇങ്ങനെ ധാരാളം പുണ്യങ്ങളൊക്കെ ചെയ്ത് യാഗങ്ങളും ഒക്കെ ചെയ്ത് സ്വർഗപ്രാപ്തനായി. സ്വർഗത്തിലെത്തി സുഖമായിട്ട് ജീവിക്കുക. മനസ്സിനൊരു കുഴപ്പമുണ്ടല്ലോ, സുഖം കൂടെ അഹങ്കാരവും കൂടും. ഈ അഹങ്കാരം യാതൊന്നിനും നല്ലതല്ല എന്നുള്ളത് ആ നേരത്ത് മറക്കും. ദുര്യോധന അത് നല്ലോണം ആലോചിക്കുക. ആ അഹങ്കാരം കാരണം യയാതി ദേവന്മാരെയൊക്കെ അപമാനിക്കാനും അവരോട് അഹങ്കാരത്തോടു കൂടി പെരുമാറാനും തുടങ്ങി. അപ്പോൾ അവർ യയാതിയെ ശപിച്ചു, നീ ഭൂമിയിൽ പോയി വീഴ്ത്തേന്ന്. അപ്പോഴത്തേക്ക് യയാതിക്ക് തെറ്റ് മനസ്സിലായി. അയ്യോ, എന്നെ അങ്ങനെ ശപിക്കല്ലേ, വേറെ വഴിയില്ല എന്നോ. എന്നാൽ എനിക്ക് ഒരു അഭ്യർത്ഥനയുള്ളൂ. ഞാൻ ചെന്ന് വീഴണത് സന്മാർഗികളുടെ നടുക്കായിരിക്കണം. ഇനി എൻ്റെ മനസ്സിന് ഇങ്ങനത്തെ ദുർചിന്തകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഞാനെന്നുള്ള അഹങ്കാരം ഉണ്ടാവാനേ പാടില്ല. ദേവന്മാരെ അത് അനുഗ്രഹിച്ച് കൊടുക്കുകയും ചെയ്തു. നോക്കൂ ദുര്യോധന, എത്രയും ദിവ്യവും പവിത്രവുമായ ഒരു സ്ഥിതിയായിരുന്നു യയാതി രാജാവിന്. എന്നിട്ട് ദയനീയമായ വിധത്തിൽ ഇങ്ങനെ വന്ന് കഷ്ടപ്പെടേണ്ട വന്നൂല. എന്താ കാരണം? അഹങ്കാരം. അഹങ്കാരം കൊണ്ട് ആപത്തും അധപതനവും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കണം. ദുര്യോധന, താനും തൻ്റെ കൂട്ടുകാരും ഇങ്ങനെ അഹങ്കരിച്ച് അധപതിക്കാൻ ഉള്ള ഇടയ വരുത്തരുത്. നല്ലോണം ആലോചിച്ച് ഗുരുജനങ്ങൾ പറയുന്നത് കേട്ട് പാണ്ഡവർക്ക് വേണ്ടത് കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് എല്ലാവരും ചേർന്ന് സുഖമായിട്ട് ജീവിക്കാൻ പഠിക്കൂന്നും പറഞ്ഞ് നാരദൻ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു. നാരദൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാ, ഇത് എത്ര കേട്ടാലും മതി വരില്ല. പക്ഷേ എൻ്റെ മക്കൾക്കും അവരുടെ കൂട്ടുകാർക്കും ഇത് മനസ്സിലാവണില്ലല്ലോ എന്നുള്ള ദുഃഖമാണ് എന്നെ അലട്ടണത്. എന്തായാലും ദൈവം അവർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ എന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ് പറഞ്ഞു. പിന്നീട് ധൃതരാഷ്ട്ര മഹാരാജാവാണ് സഭയിൽ സംസാരിച്ചത്. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.